ടീമിൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ് എപ്പോഴും റിസൾട്ട് തന്നെയാണ്, വിൻ ദ മാച്ചാണ്. പിന്നെ അതിൽ പിന്നെ വരുന്നതാണ് നമ്മൾ ഫോർമേഷനിൽ നമ്മളെങ്ങനെ, നമ്മുടെ സ്ട്രാറ്റജി എന്താണ്, നമ്മുടെ ഫിലോസഫി എന്താണ് ടീമിൻ്റെ. അതിനുശേഷം നമ്മൾ ഏത് ടീമായിനോ കളിക്കുന്ന ആ ടീമിന് എതിരെ ഏത് ടാക്ടിക്സാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. പക്ഷേ അൾട്ടിമേറ്റ് എല്ലാവരും ചിന്തിക്കുന്നതിന് ഞങ്ങൾക്കും, കാരണം റിസൾട്ടാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കൂ. അത് കട്ടുമണ്ടി സൈൻ ചെയ്ത് ഞങ്ങൾക്ക് അതൊരു പോസിറ്റീവ് എനർജിയാണ്. കാരണം ഞങ്ങളുടെ ബാലൻസ് ടീം തന്നെ ബാലൻസ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. കാരണം അതുമാത്രമല്ല, കഴിഞ്ഞ വർഷം വരെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലെയർ കൂടിയായിരുന്നു കട്ടിമണി. പിന്നെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഗോൾ കീപ്പറാണ്. അതൊക്കെ കണ്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ സീസണിൽ കട്ടിമണിയെ സൈൻ ചെയ്യിച്ചത്. പ്ലേയേഴ്സ് ഉണ്ട്, ഇപ്പോൾ നമുക്ക് 6 ഫോറിൻ പ്ലേയേഴ്സ് ഉണ്ട്. പിന്നെ നമ്മുടെ ഇപ്പോൾ ലെനി റോഡ്രിഗ്സ് നമ്മുടെ ടീമിൽ കളിക്കുന്നുണ്ട്. അതൊക്കെ വളരെ അഡ്വാൻറ്റേജാണ്. കാരണം വളരെ യങ്ങസ്റ്റ് ടീമാണ് ഞങ്ങളുടെ. പിന്നെ ഉള്ള കുറച്ച് ഏജ് എന്ന് പറഞ്ഞാൽ കട്ടിമണി, അതുപോലെ എക്സ്പീരിയൻസ് പ്ലേയേഴ്സ് ലെനി, അതുപോലെ തന്നെ ഞങ്ങളുടെ ഐവാൻ. പിന്നെ എല്ലാവർക്കും അറിയുന്നൊരു പ്ലെയർ കൂടിയാണ് മാർക്കസ് ജോസഫ്, സ്ട്രൈക്കറാണ്. ആ പ്ലെയർ മുമ്പത്തെ വർഷം മോഹൻസിനെ കളിച്ചിരുന്നു. കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പ്ലെയറും കൂടിയായിരുന്നു, ഗോകുലത്തിൻ്റെ ടോപ്പ് സ്കോറർ കൂടിയായിരുന്നു ഐ ലീഗിലെ. പക്ഷേ നല്ല മാറ്റങ്ങൾ, അതായത് നല്ലൊരു സൈനിങ് തന്നെയാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ളത്.